ലോക ഫുട്ബോളിലെ ഒരു തലമുറയെ നിർവചിച്ച രണ്ട് താരങ്ങൾ. വർഷങ്ങളോളം യൂറോപ്യൻ ഫുട്ബോളിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന രണ്ടുപേർ. ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ ഇന്ന് പോർച്ചുഗലും ക്രൊയേഷ്യയും നേർക്കുനേരെത്തുമ്പോൾ സ്വാഭാവികമായും ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്കും ലൂക്ക മോഡ്രിച്ചിലേക്കുമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി യൂറോപ്യൻ ഫുട്ബോളിലെ പ്രധാന സാന്നിധ്യങ്ങളായിരുന്ന ഇരുവരും ലോകകപ്പിന്റെ മറ്റൊരു നിർണായക മത്സരത്തിനാണ് ഇന്ന് ഇറങ്ങുന്നത്. ഈ ലോകകപ്പിൽ പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇപ്പോഴും റൊണാൾഡോയിൽ തന്നെയാണ്. 41-ാം വയസ്സിലും ദേശീയ ടീമിന്റെ പ്രധാന ആക്രമണ ആയുധമായി തുടരുന്ന താരം ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഗോൾ നേടാനുള്ള കഴിവ് നിലനിർത്തിയിട്ടുണ്ടെങ്കിലും പഴയ റൊണാൾഡോയുടെ ചലനങ്ങളും സ്വാധീനവും ഇന്നും അതേ നിലവിൽ തുടരുന്നുണ്ടോ എന്ന ചോദ്യം ഫുട്ബോൾ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. അതേസമയം ക്രൊയേഷ്യൻ ടീമിൽ സമാനമായ പ്രാധാന്യമുള്ള താരമാണ് ലൂക്ക മോഡ്രിച്ച്. 39-ാം വയസ്സിലും ടീമിന്റെ മിഡ്ഫീൽഡ് നിയന്ത്രണം അദ്ദേഹത്തിന്റെ കൈകളിലാണ്. കളിയുടെ വേഗം നിയന്ത്രിക്കാനും സമ്മർദ്ദഘട്ടങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവാണ് ഇന്നും മോഡ്രിച്ചിനെ ടീമിന്റെ അനിവാര്യ ഘടകമാക്കി മാറ്റുന്നത്. റൊണാൾഡോയുടെയും മോഡ്രിച്ചിന്റെയും കരിയറുകളിൽ നിരവധി സാമ്യങ്ങളുണ്ട്. ഇരുവരും 2000-ങ്ങളുടെ മധ്യത്തിൽ ദേശീയ ടീമുകളിൽ സ്ഥിര സാന്നിധ്യമായി. ഇരുവരും ബാലൻ ഡിയോർ ജേതാക്കളായി. റയൽ മാഡ്രിഡിൽ ഒരുമിച്ച് കളിച്ച് യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിന്റെ ഏറ്റവും വിജയകരമായ കാലഘട്ടങ്ങളിൽ ഒന്നിന്റെ ഭാഗമാവുകയും ചെയ്തു. 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഇരുവരും ഒരുമിച്ച് നേടിയിട്ടുണ്ട്. എന്നാൽ ലോകകപ്പ് എന്ന വേദിയിൽ ഇരുവരുടെയും കഥകൾ വ്യത്യസ്തമാണ്. റൊണാൾഡോയുടെ പോർച്ചുഗൽ ലോകകപ്പിൽ ഇതുവരെ സെമി ഫൈനലിനപ്പുറം എത്തിയിട്ടില്ല. മറുവശത്ത് മോഡ്രിച്ചിന്റെ നേതൃത്വത്തിൽ ക്രൊയേഷ്യ 2018-ൽ ഫൈനലിലും 2022-ൽ അവസാന 4-ലും എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ലോകകപ്പ് ചരിത്രത്തിൽ മോഡ്രിച്ചിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരം വ്യക്തിഗത താരങ്ങളുടെ പോരാട്ടമായി മാത്രം കാണാനാവില്ല. പോർച്ചുഗലിന് മികച്ച ആക്രമണ നിരയുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാണ്ടോ സിൽവ, റാഫേൽ ലിയാവോ തുടങ്ങിയ താരങ്ങൾ മത്സരഫലം മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ്. ക്രൊയേഷ്യയാവട്ടെ പതിവ് പോലെ സംഘടിത ഫുട്ബോളിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നത്. മിഡ്ഫീൽഡിലെ നിയന്ത്രണവും പ്രതിരോധത്തിലെ അച്ചടക്കവുമാണ് അവരുടെ പ്രധാന കരുത്ത്. നോക്കൌട്ട് മത്സരങ്ങളുടെ പ്രത്യേകത ഒരു നിമിഷത്തെ പിഴവിന് പോലും വലിയ വില നൽകേണ്ടി വരുമെന്നതാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ കണക്കുകളും മുൻ പ്രകടനങ്ങളും ഇവിടെ പലപ്പോഴും പ്രസക്തിയില്ലാതാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ടൊറന്റോയിൽ നടക്കുന്ന മത്സരം തന്ത്രപരമായും മാനസികപരമായും വലിയ പരീക്ഷണമായിരിക്കും. റൊണാൾഡോയ്ക്ക് ലോകകപ്പ് കിരീടത്തിലേക്കുള്ള യാത്ര തുടരാനാകുമോ? അല്ലെങ്കിൽ മോഡ്രിച്ച് ഒരിക്കൽ കൂടി ക്രൊയേഷ്യയെ മുന്നോട്ട് നയിക്കുമോ? എന്നാൽ ഫലം എന്തുതന്നെയായാലും ലോക ഫുട്ബോളിനെ കഴിഞ്ഞ 2 പതിറ്റാണ്ടോളം സ്വാധീനിച്ച 2 താരങ്ങളെ ഒരേ മത്സരത്തിൽ വീണ്ടും കാണാനുള്ള അവസരമായിരിക്കും ഈ പോരാട്ടം.